സാക്ഷി ജീവിതം സാക്ഷി. അന്നേരം പറഞ്ഞ ഒന്നുമില്ല ചാച്ചയോടൊന്ന് ഇപ്പം എന്താ നിനക്ക് അങ്ങനെ തോന്നാനെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ആരോടും പറഞ്ഞിട്ടില്ല ആ ഒരു സംഭവം. എന്നിട്ട് ഇവള് കരഞ്ഞ് ചങ്കുപൊട്ടി, കൊച്ചുമോള ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അമ്മ ഇനി എനിക്ക് മരിക്കുന്നിടം വരെ അച്ചാച്ചിയോട് സംസാരിക്കേണ്ടതെന്ന്. ഞാൻ എൻ്റെ കേക്ക് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കൃത്യമായിട്ടും. എൻ്റെ അടുത്തിരുന്നിട്ട് എന്നെ ഫോൺ സൈലൻ്റ് ആയിട്ടിരിക്കും, ബെല്ല് വരുമ്പം കക്കൂസിൽ പോയിരുന്നിട്ട് സംസാരിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ വന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ അനിയത്തി കൊണ്ടുവന്നതാണെന്നും ഇദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും ഇദ്ദേഹം തന്നെ പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് അത് പ്രഗ്നൻ്റ് ആയി. അതിനെ അബോർഷനാക്കാൻ അവരുടെ അമ്മ കൊണ്ടുപോയി. ഇതും എന്നോട് നാട്ടുകാർ പറഞ്ഞു. അതൊക്കെ സംഭവിച്ചത് കള്ളമാണോ? അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ പറഞ്ഞേ, ആള് ശകലവേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പുള്ളിയുടെ വായിന്ന് വീഴുന്നതും അവിടെ വീട്ടിൽ നടക്കുന്ന പോലെ നടന്ന എല്ലാ പ്രശ്നങ്ങളും പുള്ളി ഉണ്ടാക്കുകയും ചെയ്യും. കുടിച്ചു കഴിഞ്ഞാൽ ബഹളം വെച്ച് അവിടെ കിടന്നുറങ്ങുകയും ചെയ്യും. അവരുടെ പരാതിയെക്കുറിച്ച് പരാതി അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് പോന്നിട്ടിപ്പം 2-3 കൊല്ലമായി അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് നടക്കെ പിണക്കം വിട്ട വീട്ടിൽ വന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പിന്നെ വെള്ളം അടിച്ച് വെള്ളം ഉണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നു. വീട്ടിൽ വന്നപ്പോൾ യാതൊരു കുഴപ്പമില്ല. അല്ലല്ല, അവര് കല്യാണം കഴിച്ച് കൊണ്ടുവന്നവർ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നല്ലവണ്ണം മദ്യപിക്കും, മകനും കൂടെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകനെ നിർബന്ധിച്ച് മദ്യപിപ്പിക്കുന്നതെന്നാണ് പരാതി. പരാതിയായിട്ടല്ല, അവരുടെ കാര്യങ്ങൾ പറഞ്ഞുള്ളത്. ഞാൻ കൊണ്ടുവന്ന മക്കൾക്ക് കൊടുക്കൂ എന്നാ പറയുന്നത്. അവര് അങ്ങനെ പലതും പറയും. ഞാൻ കൊണ്ടുവന്ന മക്കൾക്ക് കൊടുക്കൂ. ഞാൻ എനിക്ക് ഷാപ്പിലാണ് ജോലി. ഞാൻ ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അതിന് മക്കൾക്ക് കൊണ്ട് കൊടുക്കുന്ന ഇത് പറയാൻ തെറ്റാ. ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ കൊടുക്കാറില്ല. അത് പറയും. അവരുടെ വർത്തമാനം കേട്ടാൽ വെള്ളം അടിച്ചുണ്ടാ പറയുന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ചുമ്മാ പറയുന്ന അവരുടെ അസുഖം കൊണ്ട് അവര് പറയുന്നതാണ്. ഭാര്യയ്ക്ക് അസുഖമായിട്ട് അറിയിക്കുക, നട്ടലിന്റെ അകലിച്ചും നട്ടലിലും ഒക്കെ പിടിച്ച് ഒടിഞ്ഞു നോക്കിയിരിക്കുക. മകനും പറയാം, വരുമ്പോഴും പറയും. മകൻ കഴിക്കാറില്ലേ? അത് എനിക്ക് മദ്യപിക്കും, ഞാൻ ഉള്ള കാര്യം പറയും. ഒരുമിച്ച് കഴിക്കാറുണ്ടോ? ഒരു വീട്ടിൽ കഴിക്കുന്നു, അതുകൊണ്ട് കഴിക്കരുതെന്ന് പറയാൻ എനിക്ക് ഒക്കുവോ? ഒരുപാട് വായിച്ചോണ്ട് വരും, വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കും, എന്നെ വിളിക്കും, ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. നിങ്ങൾ കൊണ്ടുവരുമ്പോ മോനെ വിളിക്കും? ഇല്ല, ഞാൻ വിളിക്കത്തില്ല. ഇല്ല, ഞാൻ കൊണ്ടുവരുത്തില്ല. പിന്നെ ഒരു സ്റ്റേജ് വന്നപ്പോ നിർത്തി. ഇല്ല, ഞാൻ കൊണ്ടുവച്ച് ഇവരപ്പോ ഒളിച്ചു കുടിച്ച് കാണും, എനിക്കറിയത്തില്ല. പോലീസ് പിടിച്ചിട്ടുണ്ടല്ലേ അവരെ? പിടിച്ചിട്ടുണ്ട്. അത് പിന്നെ പെറ്റി കേസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് ഒരു വണ്ടി എടുത്ത് കൊടുത്തു. ഞാൻ അന്ന് പറഞ്ഞ വണ്ടി എടുത്ത് കൊടുക്കരുതെന്ന് പറഞ്ഞു. അവര് രണ്ടും കൂടെ ആലോചിച്ചോണ്ട് വണ്ടി എടുത്ത്. കുറെ 5-6 വർഷം 2-3 വർഷം പിണങ്ങി നിന്നേച്ച് ആലപ്പുഴ പിന്നെ വനിതാ കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ആ പ്രതി കൊടുത്തിട്ട് അവിടുന്ന് വേണ്ടെന്നും പറഞ്ഞ് പോയി. രണ്ടിനും കൂടെ അവിടെ ഒത്തുതീർപ്പായതാ, വേണ്ടെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് വിളിച്ചിട്ട് ഒത്തുതീർപ്പായിട്ടില്ല മാഡം. അവിടെ ഞങ്ങൾ വനിതാ കമ്മീഷൻ ഈ പുള്ളി ഒരു ദിവസം രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അപ്പ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും ഒരു ഷെഡാ, കുടില. അപ്പോൾ ആ വീടിനകത്താണെങ്കിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പുള്ളിയുടെ തിരിച്ചറിയ കാർഡ് എൻ്റെ ഉണ്ട് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ആകെ ഈ പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഈ പുള്ളിയുടെ തിരിച്ചറിയ കാർഡ് എൻ്റെ കയ്യിൽ. അപ്പം ആ തിരിച്ചറിയ കാർഡ് എൻ്റെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഒരു മണ്ണെണ്ണ വിളക്ക് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കണ്ടുകിട്ടിയിട്ടില്ല. ആ മണ്ണെണ്ണ വിളക്ക് എടുത്തിട്ട് പുള്ളി ആഞ്ഞേറി ഞങ്ങളുടെ ചോറുങ്കല മൊത്തം ഇതായി. എന്നിട്ട് ഇതേണ്ട എൻ്റെ അപ്പേനെ കുത്തിയത് ഇത് കണ്ടോ, എൻ്റെ അപ്പനെ പുള്ളി കുത്തി. എന്നിട്ട് ഞങ്ങളുടെ അപ്പേനെ പെടലിക്ക് പിടിച്ച് ചെവിക്കല്ലിന് അടിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ അയൽക്കാർ മുഴുവൻ കൂടിയിട്ട് ഈ പുള്ളി ആണെങ്കിൽ ഭയങ്കര പ്രശ്നമായി. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പനെ അടിച്ച് മാമനെ അടിച്ച് നിൽക്കാൻ വയ്യ, 2 പേര് കൂടി ആവുന്നത്. അപ്പൊ വേറെ എന്നിട്ട് ചെങ്ങുന്ന കോടതി കൊണ്ട് കേസ് കൊടുത്ത് എന്നോട് വിളിച്ചു പറഞ്ഞ എന്താ അറിയോ, മോനെ വേണേ വന്ന് അഴിച്ചോണ്ട് പോവാൻ വിളിച്ചു പറഞ്ഞാ, പിടിച്ച് കെട്ടി ഇടിച്ച് ശരിയാക്കി വെച്ചേച്ച് പറഞ്ഞ് മോനെ വേണേ വന്ന് കൊണ്ടുപോക്കോളെ. വീട്ടിൽ കയറി ചെന്ന് കാശ് കൊണ്ട് ചെന്നതാ, കൊച്ചുങ്ങൾക്ക് ചെലവിന് കൊണ്ട് ചെന്നതാ. എന്നാ മേടിക്കാതെ വേറെ ആള് കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ അടുത്തുള്ള ആ പുള്ളി ഉണ്ടായിരുന്നു. കൊണ്ടുവന്ന് അന്നേരം ഈ പ്രശ്നം ഉണ്ടായിരുന്നു. കൂടെ വന്നവരെ പിടിച്ച് വരെ കയറ്റി പറഞ്ഞ് ഇവരെന്നേരം ഇവരെ കണ്ടത്. അവിടെ അങ്ങോട്ട് കയറി പിന്നെ ഇവരുടെ അമ്മ പിന്നെ ആ ഇരിക്കുന്ന ആളുടെ എല്ലാവരും കൂടെ കയറുന്ന അടിയായിരുന്നു.
അടിച്ച് രാവിലെ പിടിച്ച് കെട്ടിയിട്ട് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. പോലീസുകാർ അതിനെ വിളിച്ചിട്ട് ഇവര് വിളിച്ച് പറയുക ഇതൊക്കെ ഇപ്പൊ ഇവരൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം അനുഭവസ്ഥരാണ്. ഞാൻ ഇതിനെല്ലാം കാശ് കൊടുക്കുന്നത്. അച്ഛന്റെ കാഴ്ചപ്പാടില് മകൻ പെർഫെക്റ്റ് ആണോ? മകന് കുഴപ്പമൊന്നുമില്ല? മകൻ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്താ കുഴപ്പമില്ല അച്ഛന്റെ ഇതില് മകൻ എന്താ കുഴപ്പമുള്ള? ഇപ്പൊ അവന് യാതൊരു കുഴപ്പമില്ല. ഓ, ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. വീട്ടിൽ വന്നിട്ട് 10 മാസമായി. ഒരു കുഴപ്പം ഞാൻ കാണുന്നില്ല. അല്ല, പ്രധാനമായിട്ട് പറയുന്നത് അവൻ ജോലിക്ക് പോകുന്നില്ല പോകുന്നുണ്ട്. കൃത്യമായിട്ട്. രണ്ടാമത് കടുത്ത മദ്യപാനം. ഇത് രണ്ടും ചെലവിന് കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. ചിലവര് ജോലിക്ക് കൊടുക്കുന്നില്ല. പോയിട്ട് അവരുടെ ആ മക്കളെ മക്കന്മാർക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചിലവർ കൊടുത്തോണ്ടിരിക്കും. ഞാൻ കണ്ടോണ്ടിരിക്കാണല്ലോ മേടിച്ച് പെറുക്കി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഞാൻ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. ചില പറഞ്ഞു പോയെങ്കിൽ അവിടെ എടുത്തിട്ട് എറിയുക. ഇപ്പം 10-500 രൂപ കിട്ടി, 10-300 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എടുത്തെറിയാണ് ചെയ്യണ്ടേ. കൊണ്ടുവരുന്നത് അത് മേടിക്കല്ലേ ചെയ്യണ്ടേ. അതെടുത്തെറിയുമ്പോൾ അതെടുത്തോണ്ട് പോകും, പോയി അതോട് കുടിക്കും. ഇതാണ് ഇതിനകത്തുള്ള സംഭവം വരുന്നത്. ഒരു വീട് കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല. വെള്ളമാണോ കൈ കിട്ടുന്നത് കൊണ്ടുവരുന്നത്, അതെങ്കിൽ മേടിച്ചേക്കണം. അത് എടുത്ത് എറിഞ്ഞു വെച്ച് ഇതേറി പോടാന്ന് പറയുകയാണ്. 10 മാസമായി ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട്. ആര് മോനോ? ആ ഈ വാടക വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നിട്ട് വന്നിട്ട് അങ്ങ് ഇറക്കി വിട്ടോ, നീ നിന്റെ അമ്മയുടെ പോയി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട്. ഇറക്കി വിടണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടല്ലോ. സാറേ ആഴ്ചയില് ഇപ്പം ഒരു ദിവസം പണി കഴിഞ്ഞ് 400 രൂപ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരു വീട് കഴിയുമോ? ഇപ്പൊ ഇന്ന് 400 കൈ കിട്ടുന്നല്ല ഒരാഴ്ച ഇപ്പൊ കൈ കിട്ടുന്ന എന്നും പണിക്ക് പോകുന്നുണ്ട്. ഇന്ന് ഇപ്പൊ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പണിയുണ്ട്. പണി കഴിഞ്ഞിട്ട് ഒരു ദിവസം 400 രൂപ വന്നിട്ട് പിറ്റേ ദിവസം ഇല്ല, 2 ദിവസം ഇല്ല, 3 ദിവസം ഇല്ല, 4 ദിവസം വീണ്ടും 400 രൂപ, 1200 രൂപ വാടക, 400 എത്രയോ ശേഷം രൂപ വരും കറണ്ട് ചാർജ്, 2 കുഞ്ഞുങ്ങൾക്ക് രാവിലെ 2 പേരുടെ വണ്ടി ഫീസ്. ഈ ആഴ്ചയിൽ 400 രൂപ തരുന്നത് ഇങ്ങനെ മേടിച്ചോണെന്ന് പറഞ്ഞാൽ ആ തരുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്? ഒരു മാസത്തിൽ 4 തവണയായിട്ട് അതേ ഞാൻ ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ ഒരു സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരുന്നത് കൂടാതെ കൊണ്ട് കൊടുക്കുന്നത് അതും കാശല്ലേ. ഈ സാധനമൊക്കെ വാങ്ങിച്ചോണ്ടിരുന്നതിന് കാശാണോ? ഒരു സാധനം കൂടിപ്പോയാൽ എന്തോ കൊണ്ടുവരുന്നറിയോ, കുറെ മിക്സർ കൊണ്ടുവരും, ബിസ്ക്കറ്റ്, പിന്നെ കൊണ്ടുവരുന്നത് ഏത്തക്കപ്പേരും ചക്കപ്പേരും കപ്പയുപ്പേരും, അരിയില്ല, മുളകുപൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഈ സാധനങ്ങൾ ഒന്നും കൊണ്ടുവരാറില്ല. ആ കൊണ്ടുവരുന്ന കള്ളും കുടിക്കും, കുറച്ച് പലഹാരവും കൊണ്ടുവരും, കൊണ്ടുവന്നിട്ട് അത് തന്നെത്താൻ പൊട്ടിച്ചിട്ടിരുന്ന് കഴിക്കും. പക്ഷെ ഇയാള് പറഞ്ഞത് ഇന്ന് വരെ ഒരു സാധനവും കൊണ്ടുവന്നിട്ടില്ല, ഒരു കാര്യം ഇത് അങ്ങനെയല്ല സാറേ, കൊണ്ടുവരുന്നത് ഇതാ. 400 രൂപ പോലും തരുന്ന കാര്യം 400 രൂപ തരുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു മാസത്തിൽ 400 രൂപ തരുവാണെങ്കിൽ ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 400 രൂപ എന്ത് ചെയ്യാനാ എനിക്ക്? കുറവാണ്. അല്ല, പക്ഷെ ഇല്ലാന്നാണ് പറഞ്ഞത്. അല്ല ശരി, അത് എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. അതാ ഞാൻ പറഞ്ഞത്. തന്നിട്ട് എന്തെന്നല്ല, തന്നിട്ടില്ലെന്നല്ല, തന്നത് തന്നു, തരാത്തത് തന്നില്ലാന്നും പറയാൻ ഇവർക്ക് എന്തെങ്കിലും കുറവ് വരുമ്പോ ഞാൻ കെട്ടിപ്പറിയ സാധനം അവിടുന്ന് കൊണ്ടുവന്ന് ഇവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതിപ്പോ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ ആരും കൊണ്ടുതരും? അച്ഛനും അതല്ലല്ലോ, ഒരു പരാജയം കണ്ടു കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഞാൻ വെള്ളമല്ലാത്തതെല്ലാം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അച്ഛനും അമ്മയും കൊണ്ടുതരും, നിങ്ങൾ മേടിക്കില്ല? അച്ഛനും അമ്മയും കൊണ്ടുതരുന്ന മേടിക്കും. അച്ഛനും അമ്മയും കൊണ്ടുതരുന്ന സാറേ, അച്ഛനും അമ്മയും കൊണ്ടുതരും. ഇപ്പൊ ആഴ്ചയിൽ ഇപ്പം മോന് പണി ഇല്ലാതിരിക്കുവാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ഈ പുള്ളി ഒരു ഉത്തരവാദിത്തം പണി അന്വേഷിച്ചു പോവോ? കിട്ടുന്നത് എന്നാ അയ്യോ പണി ഇല്ലാണ്ടിരിക്കുക, എന്നാ ഇത് കൊണ്ട് നീ അരി സാധനം, അങ്ങനല്ല. ഒരാഴ്ച പണിയില്ലെങ്കിൽ അച്ഛാ അരിയില്ല, അവള് വഴക്ക, എന്തോ ചെയ്യും? അപ്പൊ അച്ഛനും അമ്മയും ഓട്ടോ വിളിച്ച് അരി സാധനമായിട്ട് വരും. ഞാൻ തിരിച്ചു കൊടുത്തു വിട്ടിട്ടില്ല. അതും ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗം തന്നെയാണ്. അയാൾക്ക് ജോലി സാറേ, അത് ഈ പുള്ളി മുതലാക്കുക. ആ പുള്ളി അത് മുതലാക്കുക. വീട്ടിൽ ഇരുന്നിട്ട് 2 ദിവസം എനിക്കിപ്പോ അരി സാധനങ്ങളും അച്ഛനും അമ്മയും അരി സാധനം കൊണ്ട് തരുന്നതുകൊണ്ട് മാത്രം വാടക കൊടുക്കണം, എന്റെ പിള്ളേരുടെ കാര്യം നോക്കണം, എനിക്ക് തുണി വേണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് തുണി വേണം, ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഈ അച്ഛനും അമ്മയും ആഴ്ച സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നടക്കുമോ? ഈ പുള്ളിക്ക് ഒരു ഉത്തരവാദിത്തമില്ല. അല്ല, അത് ജന്മനാലില്ല, അതാണ് പ്രശ്നം. അത് പക്ഷെ അതൊരു വീക്ക്നെസ് ആണ് ആ മനുഷ്യന്റെ. എന്ന് വെച്ചാൽ അതിന് തള്ളിക്കളയല്ലോ ചെയ്യുക, നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാൻ നോക്കുക. സാറേ, കഴിവിന്റെ പരമാവധി ഞാൻ ഈ പുള്ളിനെ എങ്ങനെയെങ്കിലും രാവിലെ പോകുമ്പോൾ പറഞ്ഞു വിടാം, അണ്ണ ആരെന്തൊക്കെ പ്രലോഭനങ്ങൾ പറഞ്ഞാൽ ആ വഴി പോകരുത്, എനിക്ക് 35,000 രൂപ പോയി കിട്ടി. അങ്ങനെ എല്ലാം ഞാൻ കൊണ്ടടച്ചു. എന്തിനാ വണ്ടി എടുത്തു കൊടുത്തേ സാറേ? ഞാൻ ആ പിണങ്ങിയിട്ട് ചെന്ന സമയത്ത് ഈ പുള്ളി പറഞ്ഞു, ആ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി ഇരിപ്പുണ്ട്, നീ മുത്തൂറ്റിന് പൈസ എടുക്കും, നമുക്ക് മേടിക്കാൻ തോന്നി, നിനക്ക് ജോലിയില്ല, നിനക്ക് ശമ്പളം ഇല്ല. ഇന്ന് വരെ എന്റെ അപ്പച്ചി പോലും അറിഞ്ഞിട്ടില്ല. അപ്പച്ചി അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അപ്പനോട് ചോദിക്കാം, നീയാണോ വണ്ടി എടുത്തത്? ഇന്ന് വരെ എന്റെ അപ്പ ഇപ്പൊ ഇവിടെ വെച്ച് അറിയുന്നു. എന്റെ അപ്പ 10,000 രൂപ കൊടുത്ത് 6,500 7,000 രൂപ കൊടുത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു പന്ന വണ്ടി എടുത്തു. അപ്പോഴേ പറഞ്ഞു ലൈസൻസ് ഇല്ല ഈ പുള്ളിക്ക്. അപ്പോഴേ പറഞ്ഞു പണിക്ക് പോകാൻ. ഞങ്ങളുടെ നാട്ടിൽ വരുമ്പം
ഒരു ഗ്രാമം, അവിടെ പോലീസ് ഒന്നും ചെക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ദൂരെ ആണെങ്കിൽ പണിക്ക് പോകാൻ വേണ്ടി മാത്രമായിട്ടാണെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തത്. ഈ വണ്ടി കിട്ടി അന്ന് മുതൽ ഈ പുള്ളി രാത്രി 12 മണി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് വണ്ടിയെ പോക്കാം. ബൈക്ക് കുടിച്ചിട്ട് ബൈക്ക് പോലീസ് കുടിക്കത്തില്ല. മേടിക്കുമ്പം പറഞ്ഞ് ഞാൻ കുടിക്കുകയല്ല, നേരത്തെ ഞാൻ പണി കഴിഞ്ഞ് 6 മണിക്ക് മുമ്പ് വീട്ടിൽ വരാം, മെയിൻ റോഡിലോട്ട് പോകില്ല, ഇതെല്ലാം പറഞ്ഞിട്ടാണ് വണ്ടി എടുത്തത്. വണ്ടി കിട്ടിയതിൻ്റെ അന്ന് തന്നെ പോയി പോലീസുകാർ പിടിച്ചു. അന്ന് തന്നെ രാത്രി 12 മണിയായപ്പോൾ ഈസ്റ്ററിന്റെ അന്നാന്ന് തോന്നുന്നു. വണ്ടി ലോണിലെടുത്തത്? അല്ല, വെറും വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്ത പന്ന വണ്ടിയാ. 10,000 രൂപ കൊടുത്തു. ആ സംഖ്യ പണി ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പണി കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞില്ല. ഞാൻ കൊടുത്തു തീർത്തു. നിങ്ങൾ കൊടുത്തതാണ്. അപ്പൊ നിങ്ങൾ അന്ന് നല്ല രീതിയിൽ നല്ല സ്നേഹത്തിലായിരുന്നു. അല്ലാണ്ട് ഭർത്താവിനിപ്പോ കാശ് കൊടുത്തൊരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ സ്നേഹമാണല്ലോ സാറേ. അത് ഈ 2-3 വർഷം പിണങ്ങി ഇരുന്നിട്ട് ചെന്നതാ, 1 മാസം പോലും ആയില്ല. ആ സമയത്ത് ഈ പുള്ളി എന്നെ അങ്ങ് ഇതാക്കുക, നിനക്ക് ജോലി ഇല്ലേ, നിനക്ക് ശമ്പളം ഇല്ലേ, നീ എനിക്കൊരു വണ്ടി എങ്ങനെയും മേടിച്ചാൽ 10,000 രൂപയേ ഉള്ളൂ. അപ്പൊ ഇത്രയും നാളും പിണങ്ങി ഇരുന്ന് അല്ലേ നോർത്തിട്ട് എന്റെ മനസ്സിലൊരു സ്നേഹം വന്നു. അങ്ങനെ ഞാൻ മേടിച്ചു കൊടുത്താ. അങ്ങനെ ഞാൻ സത്യം അങ്ങനെ മേടിച്ചു കൊടുത്താ. പുള്ളി പറയുന്നത് പക്ഷെ എന്താ അറിയാമോ, ഉത്തരവാദിത്തം ഇല്ലായ്മ അയാൾക്കുണ്ട്. അല്ല, നമ്മള് പറയുന്നൊന്നും അല്ല കാര്യങ്ങൾ. അവന്റെ 40 വയസ്സാണ്, 40 വർഷത്തെ കേസുണ്ട് അവന്റെ മാനാത്ത് പോലീസ് സ്റ്റേഷൻ. എന്റെ അപ്പയാണ് ഇന്ന് വരെ പോലീസ് ഇന്നും ചെലവിന് കൊടുക്കുന്ന ഈ എന്റെ അപ്പ ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഇന്നും അപ്പ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അവളെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഇന്ന് വരെ എന്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടില്ല, മോനെ നീ വന്ന് ഇവിടെ ഇവന്റെ കൂടെ ജീവിക്കാനൊക്കെ. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൺസേൺ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ അവൻ കൊടുക്കുന്നില്ലെങ്കിൽ അവരെങ്കിലും ഇടയ്ക്കെങ്കിലും കൊണ്ടു തരുന്നുണ്ട്. നമ്മൾ വീട്ടുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വർഷം കൊണ്ട് എവിടെ കോടതി പോകും. അച്ഛനാ ചോദിച്ചു നോക്കാണ്ട് മെമ്പറൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരി എന്നോട് വിഷമങ്ങളൊക്കെ പറയുമ്പോ ഞാൻ പറയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ ചെയ്യും. നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇങ്ങനെ പുള്ളി പിണങ്ങി പോയി കഴിഞ്ഞ് രണ്ടാമത് വരുമ്പോഴും ഞങ്ങളെല്ലാം പറഞ്ഞാ പുള്ളി വിളിച്ചോണ്ട് വന്നേ. ഞാൻ പറഞ്ഞ ജീവിതം നമ്മുടെയാ, അപ്പയുടെ അല്ല, നിങ്ങളുടെ 2 പിള്ളേരുണ്ട് എന്നും പറഞ്ഞാൽ പുള്ളി രണ്ടാമതേയും പോയി കഴിഞ്ഞ 10 മാസത്തിന് മുമ്പ് പോയി വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാണ് വീട് അടുത്താ, ഞങ്ങളുടെ അടുത്താ. അപ്പൊ അവിടെ വന്ന ഒരു ദിവസം രാത്രി 2 പേര് കൂടിയാ വന്ന് അവിടെ ബഹളം കേട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഓടിച്ചെന്നപ്പോൾ കൂടെ വന്ന ആളങ്ങ് ഓടിപ്പോയി വന്നപ്പം പുള്ളിക്കാരിയുടെ ഇതുവഴി ചോര ഒഴുകുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ആണുങ്ങളെല്ലാം കൂടെ കൂടി. അപ്പം പുള്ളിയെ ഇവരാരും അടിച്ചില്ല, പുള്ളിയെ പിടിച്ചു കെട്ടി ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നത് വെച്ചാൽ പുള്ളി അഴിഞ്ഞു പിന്നെ പോയാൽ തിരിച്ച് പുള്ളിയപ്പം എപ്പോഴും പറയും. നേരത്തെ ഇവർ വേറെടുത്ത് വാടകയ്ക്ക് താമസിച്ചപ്പോൾ വഴക്കുണ്ടായപ്പം വിളിച്ചോണ്ട് പോയിച്ച് അന്ന് അവിടെ വെച്ച് പുള്ളിയുടെ ഭർത്താവിനെ കൈ ഇവിടെ ഇങ്ങനെ കയറിയായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇവർക്ക് പേടിയാ പിന്നെ പോകാൻ. അപ്പൊ ഞങ്ങൾ പറയും പോകരുത്. അപ്പോഴിവർക്ക് പേടിയാ കൊച്ചിനെ വല്ലതും ചെയ്യുമെന്നുള്ള ഇത് വെച്ച് പോകും. എന്നാലും ഞങ്ങൾ പറയും നിങ്ങൾ അപ്പൊ ഇപ്പൊ മൂന്നാമത് വന്നു കഴിഞ്ഞപ്പോ എപ്പോഴും പറയും ഇവര് സൂക്ഷിച്ചോണം. അപ്പൊ ഞാൻ പറയും സാർ നിങ്ങൾ പോകരുത്, അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവര് തമ്മിൽ തീർക്കട്ടെ പോകരുതെന്ന് ഞങ്ങൾ പറയും. കാരണം നേരത്തെ ഒരു വൈരാഗ്യമുണ്ട്, ഈ പിടിച്ചു കെട്ടിയ വൈരാഗ്യമുണ്ട്. ചിലപ്പം അത് വെച്ച് വല്ലതും അപ്പം ശ്രുതി എന്നോട് പറയും, അമ്മമ്മ എപ്പോഴും പറയും എന്നെ പിടിച്ചു കെട്ടി എന്നെ അത് ചെയ്തത്, അതെനിക്ക് തക്കം കിട്ടുമ്പോൾ ഞാൻ ചെയ്യുമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞതൊന്നും സാരമില്ല, അതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്താണ് രണ്ടാമത് വിളിച്ചോണ്ട് വന്നത്. അറിയാം, ഇതിനകത്തൊരു കാര്യം ശാരദയും മനസ്സിലാക്കേണ്ടതുണ്ട്, മെമ്പറിനറിയാം, നിങ്ങൾ എത്രയോ അനുഭവസ്ഥയായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അമ്മയും അച്ഛനും അവരുടെ ജീവിതവും പിന്നീട് അവരെടുത്ത പല തീരുമാനങ്ങളും കാര്യങ്ങളും, പിന്നെ ഈ വിവാഹം തന്നെ മതി എന്ന് തീരുമാനിക്കാനുണ്ടായ സാഹചര്യമൊക്കെ അതാണ്. എങ്ങനെയെങ്കിലും ആ ഒരു ബദ്ധപ്പാടിൽ നിന്ന് ഇതിനെ എങ്ങോട്ടെങ്കിലും കരകയറ്റിയാൽ മതി എന്നുള്ളൊരു തോന്നലാണല്ലോ ഇത് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരു ചെറുക്കൻ എങ്ങനെയാണ്, അവൻ്റെ കുടുംബം എങ്ങനെയാണെന്നൊക്കെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ അന്വേഷിച്ചിരുന്നെങ്കിൽ ആരും ചെയ്യത്തില്ലല്ലോ. ഇതേ അനുഭവം ആവർത്തിക്കാൻ ഇടവരരുത്. 2 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒരു പരിധി വരെ പൊറുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ യോജിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അയാളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് ഇവിടെ ഒരു തീർപ്പുണ്ടാക്കി യാതൊരു കാരണവശാലും ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. മാസം കൃത്യമായി
ജോലിക്ക് പോയി കുറഞ്ഞത് ഇത്രയെങ്കിലും ചെലവിന് ഏൽപ്പിക്കണം. കുഞ്ഞുങ്ങളുടെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങളിൽ അച്ഛനും അമ്മയും തുല്യമായിട്ട് ആ ബാധ്യത ഏറ്റെടുക്കണം. പിന്നെ അയാൾക്ക് വിദഗ്ധമായ കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യണം. കല്യാണം ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിനുള്ള അന്തരീക്ഷം അവിടെ ഇല്ല എന്നാണ്. ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. തള്ള കുരിച്ചിരുത്തി ഇടിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന സാധനം. ഈ കൊച്ചിനെ പൈപ്പിൻ്റെ ചോട്ട് വെച്ച് ഇടിച്ചതിന് ചോദിച്ചതിന് തള്ളയെ കുരിച്ചു നിർത്തി ഇടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോണ്ട് ഇപ്പോൾ പ്രസവിച്ച് 19ാമത്തെ ദിവസം ഇതുപോലൊരു ബെഡേ കിടക്കുക. നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നോ? മൂത്ത കൊച്ചിനെ കൊണ്ട് ഇവന്റെ തിരുവല്ല ആവശ്യത്തില്ല പ്രസവിച്ചു. ഇവര് ജഗന്ന് കിടക്കുന്നു. ഇവര് തിരിഞ്ഞു നോക്കിയാൽ താമസിക്കുക. എന്നോട് വിളിച്ചു പറഞ്ഞ അപ്പൊ എന്നെ അതിന് ഞാനാ കാശ് മുടക്കിയത്. ഒരു നേരത്തെ ആഹാരം കൊടുക്കല് ഈ പറയുന്ന ഒന്നും സത്യമുള്ളതല്ല. അല്ല ചെങ്ങന്നൂർ വണ്ടിയെ പോവാ. ഞങ്ങള് പോകുന്ന വഴിക്ക് വണ്ടി തട്ടി ചത്താലും കുഴപ്പമില്ല. ഇത് പറയുന്ന സത്യമല്ല. ഞാനൊരു കാര്യം പറ്റേ, ഇന്ന് വരെ ഇപ്പൊ ഈ ഒരു ഫ്ലോറിലോട്ട് വരുന്നിടം വരെ എന്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടില്ല മോന്റെ ഭർത്താവിന്റെ കൂടെ പോകരുതെന്ന്. പക്ഷെ ഇപ്പോഴും അവർ പറഞ്ഞു, ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുള്ള മോനെ എങ്ങനെയെങ്കിലും നീ അവന്റെ കൂടെ ജീവിക്കണം, 2 കുഞ്ഞുങ്ങളുള്ള എന്ന് പറഞ്ഞിട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ അപ്പ ഇങ്ങോട്ട് വരാൻ നേരം എന്നോട് പറഞ്ഞത്, നീ ഇനി അവന്റെ കൂടെ പോകണേ, മരിക്കുന്നിടം വരെ ഞാൻ ഇടപെടത്തില്ലെന്നാ പറഞ്ഞത്. ഇന്ന് വരെ ഇവരിപ്പോ പറഞ്ഞു എന്റെ അപ്പ കാരണോ ഞാൻ കൂടെ നിൽക്കുക. ഇന്ന് വരെ അപ്പ പറഞ്ഞിട്ടില്ല മോൻ അവന്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അവന്റെ കൂടെ പോലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം സാറേ 38 വയസ്സിലെ എന്റെ 38 വയസ്സിലെ ഇവളെ വിവാഹം കഴിച്ചു. ഞാൻ അന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല, സത്യം പറയും. പക്ഷെ ഇവൻ കെട്ടി ഇവളെ കൊണ്ടുപോയി അന്ന് മുതൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുക. ആരാ കേസ് കൊടുക്കുന്നത്? ഇതിന് ഭ്രാന്താന്ന് പറഞ്ഞു ഭ്രാന്താന്ന് പറഞ്ഞോണ്ട് കൂടോത്രം ചെയ്യും. എന്തൊക്കെയാണ് എനിക്ക് അങ്ങനെ ഒന്നും ഈ തണ്ട പറയുന്ന ഒന്നും നേരെ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് കുടിച്ചിട്ട് അവിടെ എവിടെയൊക്കെ കയറി നടന്നതിന് നാട്ടിലുള്ള ഇവരുടെ ഇതേ രീതിയിലുള്ളവര് ഈ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടിട്ട് ആ കുടിച്ച അവര് തന്നെ ഇപ്പൊ സാർ ആലിജോട് ചെന്ന് ചോദിക്കും, ഞങ്ങള് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സ്നേഹിതരെ. എന്റെ അപ്പയാണെങ്കിൽ എന്നെ കെട്ടിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കാണുന്നത് ഞങ്ങൾ സ്നേഹധാര എന്താണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ആ നാട്ടുകാരാണ് കൊണ്ടുവന്ന് സ്നേഹധാരയെ കൊണ്ടാക്കിയത്. അതെ അതെ അതെ. അവന്റെ അമ്മ പറയുന്നത് അവന് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു കോട്ടയത്തോന്ന്. അല്ലെ അവനോട് ചോദിച്ചോ, അവൻ കള്ളം പറയത്തില്ല. കാര്യം അവൻ മഹാ കൺട്രി ആണെങ്കിലും അവൻ കള്ളം പറയില്ല. നമ്മളെ വിടുന്നോണ്ടോ പോകുന്നോണ്ടോ അല്ല, വിടുന്നുമില്ല. ഞങ്ങളെ കണ്ടിച്ചെന്ന് പറഞ്ഞാൽ അവളെ ഇനി ഞങ്ങള് തെരുവി കൊണ്ട് വെട്ടോത്തി കൊണ്ട് കണ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇനി അവന്റെ കൂടെ വരില്ല. നിങ്ങൾ വിടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. ഞാൻ ഇത്രയും ദിവസം നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾക്ക് എനിക്ക് മക്കളില്ല, എനിക്ക് സ്വത്തുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇത്രയും പ്രായം പറയാം അതുങ്ങൾക്ക് തീറ്റ കൊടുത്ത് ഡ്രസ്സും എടുത്ത് കൊടുക്കാമെങ്കിൽ ഞാൻ ഇനിയും നോക്കാൻ കാര്യം ചോദിച്ചു നോക്കി. ഒരു അച്ഛന്റെ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അച്ഛന്റെയോ? ആ അച്ഛന് സ്നേഹമില്ലല്ലോ. അത് നിങ്ങൾ പറയരുത്, അത് നിങ്ങൾ പറയരുത്. ആ കുട്ടി അച്ഛനെ ഫോൺ വിളിക്കണമെന്നും ബന്ധപ്പെടണമെന്നും അയാൾ അച്ഛനെ വിളിക്കണമെന്നും അത് ഇവര് പറഞ്ഞതാ. അവരുടെ തമ്മിലുള്ള ആ ബന്ധം, അച്ഛൻ മക്കളുടെ ഒരു ബന്ധം വേറൊരാൾക്ക് പകരം വെക്കാൻ പറ്റുമോ? ആ കുട്ടി രാത്രി ഫോൺ വിളിച്ചിട്ട് അച്ഛനെ കേൾക്കണം, അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞതായിട്ട് ഇവര് പറഞ്ഞു. അത് നമുക്ക് പകരം വെക്കാൻ പറ്റുമോ? അവരെ നമുക്ക് പിരിക്കാൻ പാടില്ല. തിരിച്ചു ചോദിക്കും. അവര് പറയട്ടെ. ഇതെന്താന്നറിയാമോ, പല വിവാഹ ജീവിതത്തിലും സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ഈഗോ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബജീവിതം തകർക്കുന്നത്. അവർക്കറിയാം ഞങ്ങൾ അവർ രണ്ടുപേരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതല്ല, അവരോട് പറയാൻ മാത്രമുള്ള പക്വതയൊന്നും അവർക്ക് ആയിട്ടില്ല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ആയിട്ടില്ല. കൊച്ചുകുട്ടികളല്ലേ. പക്ഷെ എനിക്ക് വേണ്ടത് ഒന്ന്, അവര് രണ്ടുപേരും അനുവിന്റെ മക്കളാണ്. ആദ്യം ഗർഭിണിയായപ്പോ പറഞ്ഞ് എന്റെ അച്ഛന്റെ മകളാന്ന് പറഞ്ഞു മൂത്തത്. രണ്ടാമത് ഗർഭിണിയായപ്പോ പറഞ്ഞ് ഇവരുടെ എന്റെ അപ്പച്ചിയുടെ ഭർത്താവ് കുഞ്ഞാന്ന് പറഞ്ഞു. ആ 2 മക്കളും അനുവിന്റെ മക്കളാ. ലോകം മുഴുവൻ അറിയണം. അത് 2 ഇവരുടെ അമ്മയാ പറഞ്ഞത്, ഒന്ന് അച്ഛന്റെ മോളും ഒന്ന് മാമന്റെ മോളുമാന്ന് പറഞ്ഞു. ഇത് 2 അനുവിന്റെ മക്കളാണെന്ന് ലോകം അറിയണം. പിന്നെ എനിക്ക് ഡിവോഴ്സ് മതി. എനിക്ക് ഒരു കാരണവശാലും എന്നെ ഫോണിൽ വിളിക്കുവോ, എനിക്ക് ഞാനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. എനിക്ക് ഈ ഇവിടം കൊണ്ട് ഞങ്ങളുടെ 2നെയും ബന്ധം അവസാനിക്കും.